ഹലോ ഗായ്സ്, അപ്പം നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതേമാതിരി ടാബിൽ നിങ്ങൾ ക്യൂട്ട് പിൻട്രസ്റ്റി സ്റ്റിക്കർ എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ പിൻട്രസ്റ്റി ആപ്പ് ഉണ്ടെങ്കിൽ അതിലടിച്ചു നോക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പിക്ചർ എടുക്കുക. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, എനിക്ക് വരയ്ക്കാൻ മര്യാദയ്ക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ പേപ്പർ എടുക്കുന്നു, ടാബിൻ്റെ മുകളിൽ വയ്ക്കുന്നു, ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് വെച്ച് എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ സ്കെച്ച് എടുത്ത് വരയ്ക്കുകയാണ് ചെയ്യാറ്. ഇതും ഞാൻ അങ്ങനെ തന്നെ ചെയ്തതാണ്. ഇത് എന്നിട്ട് ഞാൻ വരച്ചതിന് ശേഷം പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു. പിന്നെ ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം കളർ അടിച്ചു കൊടുക്കുക. അതിൽ എങ്ങനത്തെ കളറാണോ അങ്ങനത്തെ കളറാണ് ഞാൻ അടിച്ചു കൊടുക്കാറ്. അങ്ങനത്തെ കളർ അഥവാ ഇല്ലെങ്കിൽ ഞാൻ അടിക്കാറില്ല. എൻ്റെ അടുത്തുള്ള കളർ വെച്ചിട്ട് അതിന് ഏകദേശം മാച്ച് ആവുന്ന കളർ വെച്ചിട്ട് അടിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഞാൻ സ്കെച്ച് വെച്ചിട്ടും അല്ലാണ്ട് തന്നെ പെൻസിൽ കളർ വെച്ചിട്ടും ഞാൻ അടിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്. നിങ്ങൾക്ക് പലരും അങ്ങനെയാണ്, ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഈ ഒരു പിക്ചറിൽ ഒരു ഗ്ലോയിങ് ഫിനിഷൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ ഇപ്പോൾ വോയിസ് ഓണർ കൊടുക്കുകയാണ്. അന്നേരം ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ ഈ ഞാൻ വരച്ചതിൽ ഗ്ലോയിങ് ഫിനിഷൊന്നുമില്ല. പക്ഷേ യൂട്യൂബിലുള്ള ഗൂഗിളിൽ അടിച്ചു നോക്കിയ ആ പിക്ചറിൽ ഗ്ലോയിങ് ഫിനിഷൊക്കെ കാണാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലോയിങ് ഫിനിഷ് നമുക്ക് ഇതിനും കൊടുക്കണം. എന്താ പറയുന്നത് കണ്ടില്ലേ, ഇതിനൊക്കെ ഉള്ള മാതിരിയുള്ള ഗ്ലോയിങ് ഫിനിഷ് ഇതിനില്ല. അത് നമ്മളെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ്നർ യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ശബ്ദത്തിന് വല്ല വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വരണമല്ല, ജലദോഷം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഞാൻ വൈറ്റ്നർ നന്നായിട്ട് കുലുക്കി കൊണ്ടുവരികയാണ്. അല്ലാണ്ട് വൈറ്റ്നർ അങ്ങനെ വരില്ല. പിന്നെ ഈ ഒരു വൈറ്റ്നർ നന്നായിട്ട് അമർത്തിയാൽ മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് കൊളായിപ്പോയ മാതിരി തോന്നി. പക്ഷേ കുഴപ്പമില്ലാണ്ട് ഒരു ഔട്ട്ലൈനിൽ ഒരു ഗ്ലോയിങ് ഫിനിഷൊക്കെ നമുക്ക് വരുത്താൻ കഴിയും. പിന്നെ ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് വരുത്തുന്നത്. രണ്ട് കൈയൊക്കെ യൂസ് ചെയ്ത് കോൺസെൻട്രേഷൻ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ വരും. ഇതിപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ വൈറ്റ്നറുമാണുള്ളത്. അപ്പോൾ അതെനിക്ക് മര്യാദയ്ക്ക് അമർത്താനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇത് പാണ്ട് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. കണ്ടപ്പോൾ ക്യൂട്ടായിട്ട് തോന്നി, ഞാൻ വരച്ചു. ഈ സാധനത്തിൻ്റെ കണ്ണിൽ വൈറ്റ് വെക്കണമായിരുന്നു. വൈറ്റ് വെക്കാൻ എന്നോടങ്ങ് മറന്നുപോയി. ഞാൻ അപ്പടി കളർ അടിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വൈറ്റ്നർ മൊത്തത്തിൽ ബ്ലാക്ക് അടിച്ചിട്ട് ഇങ്ങനെ വൈറ്റ്നർ വെച്ച് ഡോട്ട് ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ പണി അങ്ങനെ കഴിഞ്ഞു. പക്ഷേ എങ്കിൽ ആ ഡോട്ട് ഇട്ടപ്പോൾ മറ്റേ കണ്ണിൻ്റെ ഡോട്ട് നേരെ പുറത്തേക്കായി പോയി. അപ്പം ഞാൻ കരുതി സാരില്ല, അന്ന് മരിച്ചിട്ട് പോകുന്നില്ല, അപ്പോഴത്തേക്ക് ഉണങ്ങിപ്പോയി. പിന്നെ അവക്കാഡോൻ്റെ മുകളിലും ഇതേമാതിരി ഇങ്ങനെ ഗ്ലോയിങ് ഫിനിഷ് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് അതിനും കൂടി ഗ്ലോയിങ് ഫിനിഷ് കൊടുത്തു. അത്ര ഒരു ഇതില്ല, പക്ഷേ കുഴപ്പമില്ല. നമ്മൾ അതങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ കുറച്ചൊരു ഭംഗിയുള്ള മാതിരി തോന്നും. പിന്നെ ഈ സാധനത്തിന് ഇതെന്തൊരു ഫ്രൂട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. അത് നല്ല ഭംഗിയുണ്ട് കണ്ടപ്പോൾ ഞാനതിങ്ങോട്ട് വരച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ഞാൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാണ്. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എങ്ങനെയുണ്ട് എൻ്റെ പിക്ചർ നിങ്ങൾ പറയണേ. അപ്പോൾ ഞാൻ പാണ്ടേനെയും അങ്ങനെ ഒരുപാട് സാധനത്തിന് ഇതേപോലെ ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈ.